പയ്യാവൂർ പടിയൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കണ്ടകശ്ശേരി പാലം അപകടാവസ്ഥയിൽ. ഉരുൾപൊട്ടലിൽ ചെരിഞ്ഞ പാലത്തിന്റെ തൂണുകൾ ബലപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ അധികൃതർക്ക് നിവേദനം നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയും. കാനായ കുടിയേറ്റ സുവർണ ജൂബിലി സ്മാരകമായി 25 വർഷം മുൻപായിരുന്നു കണ്ടകശ്ശേരി പാലത്തിന്റെ നിർമ്മാണം. കോട്ടയം രൂപതയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ പിരിവെടുത്തായിരുന്നു ഇത് നിർമ്മിച്ചത്. പടിയൂർ പയ്യാവൂർ പഞ്ചായത്തും ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്തും പാലം നിർമ്മാണവുമായി സഹകരിച്ചു. മണിക്കടവിൽ കനത്ത ഉരുൾപൊട്ടൽ ഉണ്ടായതിനെ തുടർന്ന് പാറക്കൂട്ടങ്ങളും മരങ്ങളും ഒഴുകിവന്ന പാലത്തിന്റെ കോൺക്രീറ്റ് തൂണിൽ ഇടിച്ചതോടെ സ്ലാബുകൾ ഒരു വശത്തേക്ക് ചെരിഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ചെരിഞ്ഞുകിടക്കുന്ന പാലത്തിന്റെ തൂണുകൾ നേരെയാക്കാൻ നടപടിയുണ്ടായില്ല. കണ്ടകശ്ശേരിയിൽ പുതിയ പാലം നിർമ്മാണത്തിന് ഇത്തവണയെങ്കിലും പണം അനുവദിക്കുമെന്ന് നാട്ടുകാർ പ്രതീക്ഷിച്ചെങ്കിലും സർക്കാർ വീണ്ടും തഴഞ്ഞു. അപകടാവസ്ഥയുള്ള പാലത്തിനോടുള്ള അധികൃതരുടെ അവഗണന ഇനി എന്ന് അവസാനിക്കുമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. നിരന്തരമായ പ്രക്ഷോഭങ്ങളും സമരപരിപാടികളും ഒക്കെ ഉണ്ടായിട്ടും അധികാരികളുടെയൊക്കെ അടുത്ത് പല പ്രാവശ്യങ്ങളിൽ നിവേദനം കൊടുക്കുകയും മാധ്യമങ്ങളിലും പേപ്പറുകളിലും ഒക്കെ റിപ്പോർട്ടും വാർത്തകളും വരാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇനിയും ഈ പാലത്തിൻ്റെ ഈ അപകടാവസ്ഥയ്ക്ക് ഒരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അതിയായ വേദനയുണ്ട്. എല്ലാവരും വളരെ സങ്കടത്തിലും ആണ്. അതുകൊണ്ട് എത്രയും വേഗം അധികാരികളുടെ കണ്ണ് തുറക്കാനും ഈ പാലത്തിൻ്റെ ദുരവസ്ഥ പരിഹരിക്കാനും ഒരു സംവിധാനം ഉണ്ടാകണമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ വളരെ ആകാംക്ഷയോടെ വളരെ ആവശ്യമായിട്ട് കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ 2 പ്രളയത്തിലും പാലത്തിനു മുകളിലൂടെ പുഴ കരകവിഞ്ഞൊഴുകിയിട്ടും പാലം പൊളിഞ്ഞില്ല എന്നത് വലിയ അത്ഭുതമാണ്. നിരവധി തവണ പാലം ബലപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകിയെങ്കിലും അധികൃതർക്ക് കണ്ടമട്ടില്ല. ദിവസവും 100 കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. പയ്യാവൂർ പടിയൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലത്തിനോടുള്ള അധികൃതരുടെ അവഗണന അവസാനിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.